മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം നിയമാവർത്തനം 33:27, the book of Deuteronomy, chapter 33, verse 27. നിത്യനായ ദൈവം നിന്റെ അഭയം, താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ, അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. അപകടത്തിൽപ്പെട്ട് തകരുവാൻ തുടങ്ങുന്നത് പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ശിവപ്രതീക്ഷയ്ക്ക് യാതൊരു മാർഗവും കടലിൽ വന്നേക്കാം. യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അന്വേഷിച്ചാൽ പോംവഴി ഒന്നും കാണുന്നില്ല. തക്ക സമയം ദൈവം കൈനീട്ടി അവരെ താങ്ങി രക്ഷിക്കും. നീതിമാൻ വീണാലും തരിശാവുകയില്ല എന്ന സങ്കീർത്തകന്റെ വാചകം ഈ ദൈവിക സംരക്ഷണത്തെ സാക്ഷിക്കുകയാണ്. ദൈവപുരുഷനായ മോശ ജീവിതകാലത്ത് ഇസ്രായേൽ ഗോത്രങ്ങളെ അരികിൽ വിളിച്ച് ഭാവിയെപ്പറ്റി അവരോട് സംസാരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങൾ കീഴിലുണ്ട്, ഭയപ്പെടേണ്ട എന്ന ഉറപ്പാണ് കൊടുക്കുന്നത്. ഉയരമേറിയ മരക്കൊമ്പുകളിൽ കൂടുകെട്ടുന്ന പരുന്ത് കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നു. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് തള്ളി താഴേക്കിടുന്നു. പിടച്ച് പിടച്ച് അവ താഴെ വീണാൻ തുടങ്ങുമ്പോൾ തള്ളപ്പക്ഷി ചിറകുകൾ വിടർത്തി അവയുടെ കീഴിൽ ചെന്ന് അവയെ ഉയരത്തിലെത്തിക്കുന്നു. പലതവണ ഈ പ്രക്രിയ ആവർത്തിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിക്കും. ഇതുപോലെ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും. ചാവുകൾ തീരത്തൂടെ നടന്നുപോയ ഒരു വിദേശി കാലുകൾ വഴുതി വെള്ളത്തിൽ വീണു. നീന്തുവാൻ പരിചയമില്ലാതിരുന്ന ആ മനുഷ്യൻ അന്താളിച്ച് നിലവിളിച്ചു. പക്ഷെ അയാൾ ഭയപ്പെട്ടതുപോലെ വെള്ളത്തിൽ താണുപോയില്ല. ചാവുകടലിലെ വെള്ളത്തിന് ഉപ്പിന്റെ സാന്ദ്രത കൂടുതലായതിനാൽ മനുഷ്യ ശരീരം താഴുകയില്ല. ദൈവകരം ഇതുപോലെ നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.